എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ രേണു സുധിയുടെ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നെഗറ്റീവ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിലേറെ പോസിറ്റീവ് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പോസിറ്റീവ് വീഡിയോകൾ ആരും കാണില്ല, നെഗറ്റീവ് വീഡിയോകൾ ഇട്ടാൽ അതായിരിക്കും ആളുകൾ കാണുന്നത്. എന്നാൽ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും അതുകൊണ്ടാണോ നെഗറ്റീവ് വീഡിയോകൾ ഇടുന്നത്. അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ശരികളാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. അത് എന്ത് തന്നെ ആയാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും, ഞാൻ ആരെയും ഭയന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കരുതിയിട്ടോ ഒരു തരത്തിലും ആരെ പറ്റിയിട്ടും ഒന്നും പറയുന്ന വ്യക്തിയല്ല. അതായത് ആരുടെയെങ്കിലും പാരിതോഷികങ്ങൾ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശത്രുതയാകുമെന്ന് ഭയന്നിട്ടോ അങ്ങനെ ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഏതൊരു കാര്യത്തിനും എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞാൻ ആ ഒരു നിലപാടുകളിൽ നിന്നാണ് എൻ്റെ എല്ലാ വീഡിയോകളും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് രേണു സുധിയുടെ വീഡിയോകളിൽ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പുള്ളിക്കാരത്തി അഭിനയിക്കുന്നതോടല്ല താല്പര്യമില്ലാത്തത്, പുള്ളിക്കാരത്തിക്ക് ശരിക്കും അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ ഇത് കേട്ടാൽ പലരും പറയും, ഓ നീ പിന്നെ ഭയങ്കര അഭിനേത്രിയാണെന്ന്. ഞാൻ അഭിനേത്രിയല്ല, എനിക്കത് തീരെ അറിയില്ല. രേണുവിനെ അറിയുന്നത്ര പോലും എനിക്കറിയില്ല. അതാണ് വാസ്തവം. ഓരോരുത്തർക്കും ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ആരും വയറ്റിൽ നിന്നല്ല ഒന്നും പഠിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ രേണു സുധിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ രേണു സുധിക്ക് അഭിനയത്തേക്കാൾ കൂടുതൽ നന്നായിട്ട് ചേരുന്നത് മോഡലിംഗ് തന്നെയാണ്. അതിൽ അവർ ഒരു കൈ നോക്കുവാണെങ്കിൽ നന്നായിട്ട് വിജയിക്കാൻ അവർക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മോഡലിങ്ങിലും അവർ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ തന്നെ ഒരു പ്രോഡക്റ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നാഫിച്ചുഴികളും കാണിച്ചിട്ട് ബ്രസ്റ്റ് കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിനോട് എനിക്കൊരു താല്പര്യമില്ല. അതെൻ്റെ താല്പര്യം, എൻ്റെ നിലപാടുകളാണ് ഞാനിവിടെ പറയുന്നത്. അത് രേണു സുധി കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ നിലപാടുകൾ പറയുന്നു. അത് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അവരുടേതായ നിലപാടുകളുണ്ട്. അവരെൻ്റെ നിലപാടുകളെ അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാം, അതാണ് കാര്യം. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ നിലപാടുകൾ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ മോങ്ങാനായിട്ട് വരുന്ന കഴുതകളോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, കഴുത കാമം കരഞ്ഞു തീർക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളിവിടെ വന്നിരുന്നത് നമുക്ക് പറയാനുള്ള നിലപാടുകൾ പറയാൻ നമുക്കൊരു ചാനലെങ്കിലും ഉണ്ട്. നിങ്ങൾ ശരിക്കും പലപ്പോഴും ഫേക്ക് ഐ ഡി വഴി വരുന്നവരുണ്ട്. അതുപോലെ തന്നെ മുഖം പോലും പ്രൊഫൈലിൽ കൊടുക്കാതെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയ്ക്കുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്നും പറയാനായിട്ടല്ല വന്നത്. ഞാൻ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ആരെക്കുറിച്ചായാലും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആർക്കും ഒന്നും തികഞ്ഞതായിട്ട് ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാം തികഞ്ഞവരായിട്ട് ഈ ലോകത്ത് ആരാ ഉള്ളത്? ആരുമില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ട്രോൾ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ട്രോൾ വീഡിയോകൾ ഇടുന്നത് ഒരു തെറ്റൊന്നുമല്ല, തെറ്റാണെന്ന് പറയുന്നില്ല. നമ്മൾ നോക്കൂ, ഇപ്പോൾ എല്ലാ നടന്മാരെ കുറിച്ചിട്ടും ട്രോള് വരാറുണ്ട്, മുമ്പേ വരാറുണ്ട്, പണ്ട് തൊട്ടേ വരാറുണ്ട്. രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ട് ട്രോള് വരാറുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും ഉള്ള ആളുകളെ കുറിച്ചിട്ട് ട്രോൾ വീഡിയോകളൊക്കെ വരാറുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷേ ഒരു വ്യക്തിയെ ബോഡി ഷെയ്മിങ് ചെയ്ത് ട്രോള് വരുമ്പോൾ അത് വളരെ കഷ്ടമാണ്. അതും ഈ 2025 ആയിട്ട് പോലും ഇതുവരെയും ഉറക്കമുണരാത്ത ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റാരെക്കുറിച്ചിട്ടും അല്ല പറയുന്നത്. രണ സുന സ്റ്റെപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. 2 ആമ്പിള്ളാരാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും അതിൽ ഒരാൾ ശരിക്കും രേണുവിനെ കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ശരിക്കും കന്നോ അടിച്ച് പൊട്ടിക്കാൻ തോന്നും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചെകിടടിച്ച് പറിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് രേണുവിന്. സത്യം പറഞ്ഞാൽ രേണു നിയമസഹായം തേടുന്നതിൽ തെറ്റില്ലെന്നേ ഞാൻ പറയൂ ഈ ഒരു കാര്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിൻ്റെ അങ്ങേയറ്റം എന്തുവാടെ ഇത്? നിങ്ങൾക്കൊക്കെ നാണോ മാനോ ഇല്ലേ? ഈ പറയുന്നതിൽ രേണുവിൻ്റെ ഭാഗം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കാണാൻ കണക്ക് തന്നെ. എടോ, വർഷങ്ങളായിട്ട് താൻ കണ്ണാടിയിൽ, താൻ ജനിച്ചിട്ട് ഇന്നേ വരെ കണ്ണാടിയിൽ നോക്കാത്ത ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ
പറയുന്നതല്ല, പറയിപ്പിക്കുന്നതാണ് നീയൊക്കെ. നിൻ്റെയൊക്കെ ഓരോ രീതികൾ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് പ്രതികരിച്ചു പോകുന്നതാണ്. ശരിക്കും പലരും ഇങ്ങനെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കാജലിൻ്റെ പരസ്യത്തിൽ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ നമ്മുടെ രഞ്ജിനി ഹരിദാസ് വന്ന സമയത്ത് പിള്ളേരൊക്കെ വലിയ അരിപ്പയൊക്കെ കണ്ണിലല്ല കാതിൽ കെട്ടി തൂക്കിയിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകണക്ക് തന്നെ രാജേശ്വരി അമ്മയെ, മരിച്ചുപോയ പെരുമ്പാവൂരിലെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ കാരണവന്മാരായിട്ട് നമ്മൾ നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഡയലോഗൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു ലാളിത്യവും അതിലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ നാഫിച്ചുഴിയൊക്കെ കാണിച്ച് ആ ചെറുക്കൻ നിൽക്കുന്നതിലോട് ഞാൻ തെറ്റു പറയുന്നില്ല, അങ്ങനെ തന്നെയാണ് രേണു നിൽക്കുന്നത്. പക്ഷേ അവിടെ അല്ല മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഈ 2 ചെറുക്കന്മാരും കാണിച്ചിട്ട് ഇങ്ങനെ ബ്രസ്റ്റിൽ പിടിക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതായത് രണ സുന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണ് ഇവരിട്ടിരിക്കുന്നത്. അതിൽ മറ്റേ ചെറുക്കൻ പിന്നെ ഈ രണയായിട്ട് നിൽക്കുന്ന ആ ഒരു അതായത് രണയായിട്ട് നിൽക്കുന്ന ആളിൻ്റെ ബ്രസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്ത് തന്തയില്ലാത്തടോ ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു പോക്കൃത്തരാതാണ് ഈ കാണിക്കുന്നത്. ശരിക്കും ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന അയാൾ രേണുവിൻ്റെ ബ്രസ്റ്റിൽ പിടിച്ചത് താൻ കണ്ടോ? താൻ എന്ത് പോക്കൃത്തരാടോ കാണിക്കുന്നത്? അങ്ങനെ തന്നെ വിളിക്കണം. ഡാഡി ഇല്ലാത്തരോണ് നീ കാണിക്കുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് ഇളിച്ച് കാണിക്കാനായിട്ട് കുറേ മണകുണാഞ്ചന്മാരും കുണാഞ്ചന്മാരെത്തികളും. സത്യം, കുറേ മണകുണാഞ്ചന്മാരും ഉണ്ട്, കുറേ മണകുണാഞ്ചന്മാരെത്തികളും ഉണ്ട്. ഇത് കാരണമാണ് ഇവന്മാർ വീണ്ടും 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 ഒക്കെ ഇവന്മാർക്കൊക്കെ കിട്ടുന്ന വ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കും നിനക്ക് അതിൻ്റെ കണ്ണുകടിയാണെന്ന്. എനിക്കൊരു കടിയില്ല. പക്ഷേ ഒരു പെണ്ണല്ലേ അവൾ, ആ ഒരു രീതിയിലൊക്കെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിൻ്റെ അങ്ങേയറ്റോട് പലരും ചെയ്യുന്നത്. ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാം തികഞ്ഞതാണോ? ഞാൻ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനോടാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ അവർ ശരിക്കും എനിക്ക് അവരോടുള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ അവർ നെഗറ്റീവിലൂടെ കയറി പോകാനായിട്ട് ശ്രമിക്കുന്നതിനോടാണ് എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസമുള്ളത്. എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാം. ശബ്ദം വെച്ചിട്ടില്ല കേട്ടോ, ശബ്ദം വെച്ചാൽ കോപ്പിറൈറ്റ് വരും. ഒരുപാട് എണ്ണയന്മാർ ചെയ്തിട്ടുണ്ടേ. ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഒരുപാട് ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം. പിന്നെ നോക്കൂ, ഇതൊക്കെ എന്ത് തെമ്മാടിത്തരമാണ് ഇവനൊക്കെ കാണിച്ചു വെക്കുന്നതെന്നുള്ളതാണ്. കറണ്ട് പോയി കേട്ടോ, ഇവിടെ ഭയങ്കര കറണ്ട്, പവർ കട്ട് ഭയങ്കര വിഷയമാണ് കേട്ടോ. കറണ്ട് പോയി, വൈഫൈ ഓഫായി, അതുകൊണ്ട് എൻ്റെ ഈ ഫോൺ നിന്നുപോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് കറണ്ട് വരുമ്പോൾ പറയാം. കറണ്ട് പോയിരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, എപ്പോഴും കറണ്ട് പോവും. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ലൈവൊക്കെ ഇങ്ങ് മുടങ്ങി പോകുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണേ. വോയിസ് വയ്ക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഇവന്മാർ കാണിക്കുന്ന തോന്നിയാസം എന്താണെന്നൊന്ന് നോക്ക്. ഈ ഒരു വീഡിയോ ദാസേട്ടൻ കോഴിക്കോടും കണ്ടില്ലേ അവൻ കാണിക്കുന്ന പോക്കൃത്തരം കണ്ടില്ലേ? എന്ത് തോന്നിയാസാ കാണിക്കുന്നത്? ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട് ഇങ്ങനെ, ഒരുപാട് വീഡിയോകൾ ഇവരിങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇത്തിരി ഉമ്മണിയൊന്നും അല്ല ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും ആ ഒരു ലേഡി എന്തൊക്കെ ഇതിൽ അവരെ റോഡിൽ കൂടെ പോയപ്പോൾ വഴക്ക് പറഞ്ഞ ആ ഒരു ആൽബത്തിൻ്റെതാണ് കേട്ടോ. കണ്ടില്ലേ? ഇത്രത്തോളം വികൃതമായ രീതിയിലൊരു പെൺകുട്ടിയെ ചിത്രീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഏത് റേഞ്ചിലുള്ളവന്മാരാണ്? ഇത് മാത്രമല്ല, ഒരുപാട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്കിത് ഉമ്മാരെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി വരും. അതോട് പിന്നെ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് കലിയാണ് കയറുന്നത് ഇത് കണ്ടിട്ട്.
അതുകൊണ്ട് തന്നെ അത് അവിടെ ഇരിക്കട്ടെ. ഒരുപാടുണ്ട്. അപ്പോൾ അതിനി എടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കാണിച്ചിട്ട് എനിക്കിതിനെ പറ്റി 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. എനിക്ക് യുവമാരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ നീയൊക്കെ ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനൊക്കെ പറയുന്ന ഒരു മറുപടി, എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ആരും ഇങ്ങനെ പോകുന്നവരല്ല. എങ്ങനെ പോകുന്നവർ? അഭിനയിക്കാൻ പോകുന്നവർ. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിനക്കൊക്കെ ധൈര്യം ഉണ്ടോടാ? ദേ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് രാത്രി കാലങ്ങളിൽ മെമ്പർഷിപ്പ് ലൈവിൽ വന്നിട്ട് ജീവിക്കുന്ന അമ്മച്ചിമാർ ഒരുപാടുണ്ട്. നിനക്കൊക്കെ അവളുമാരെ പേര് ഞാൻ പറഞ്ഞുതരാം. 1 നിഷാന, 2 നിഷാശ്രീ, 3 നിമിഷ ബിജു. പിന്നെ അതുപോലെ കുറേ എണ്ണമുണ്ട്, കുറേ അമ്മച്ചിമാരുണ്ട്. നിനക്കൊക്കെ അവളുമാർ കാണിക്കുന്ന ചേഷ്ടകൾ അല്ലെങ്കിൽ അവളുമാർ കാണിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണിച്ച ആ ഒരു രീതിയിൽ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ? ഉണ്ടോ? എങ്കിൽ നിന്നെയൊക്കെ വരവ് വച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഇവന്മാരുടെ അടുത്ത് എത്തണം, ഇവന്മാരെ അറിയണം. ഇതൊക്കെ എന്ത് തെമ്മാടിത്തരാ കാണിക്കുന്നത്. ഈ 6 വാണികൾ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഒരു മോശമായ കാര്യങ്ങൾ ഈ ഒരു പെങ്കൊച്ച് കാണിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓൾറെഡി ഇവർ നെഗറ്റീവിലൂടെ ഇവർ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുന്നത് നമുക്കിഷ്ടമല്ല. ഇവർ ഇതുപോലെ ഇവന്മാർ കാണിച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞത് വേറൊരു കാര്യമല്ല. ഇവന്മാരെ ചേഷ്ടകളും രീതികളും അല്ല. ആ സ്കർട്ട് ഇവന്മാർ ഉടുത്തിരിക്കുന്നുണ്ടല്ലോ, താത്തുടുത്തിരിക്കുന്നത് സെയിം അതുപോലെ തന്നെയാണ് രേണു ഉടുക്കുന്നത്. പൊക്കിളിന് ഒരുപാട് താഴ്ത്തിയാണ് ഉടുക്കുന്നത്. അതൊരു നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ കാണുന്നതാണ് ഒരുപാട് സെലിബ്രിറ്റീസുകളെ ഇതുപോലെ ഹാഫ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് പാൻ്റ് ഇടുന്ന പിള്ളേരുണ്ട്, സ്കർട്ട് ഇടുന്ന പിള്ളേരുണ്ട്. പക്ഷെ അവരെല്ലാവരും പൊക്കിളിന് ഉയരത്തിൽ വെച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ ബിന്നി നൂബിനായാലും അമൃത നായരായാലും അതുപോലെ ഒരുപാട്, ഇപ്പോൾ അനുമോളായാലും അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസുകളുണ്ട്, നമ്മൾ കാണുന്നതാണ്. അവരൊക്കെ സെലിബ്രിറ്റീസുകളായിട്ട് പോലും അവരൊക്കെ ഈ പൊക്കിളിന് മുകളിൽ വെച്ചിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ രേണു ഒരു ലേശം താഴ്ത്തിയല്ല, ഒരുപാട് താഴേക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. ആരെ കാണിക്കാനാണ് രേണു ഇതൊക്കെ? രേണു മോഡലിംഗ് ചെയ്തോ? മോഡലിംഗ് രേണുവിന് നന്നായിട്ട് ചേരും. പക്ഷേ ഈ കൃഷിയിടങ്ങൾ മുഴുവനും പുറത്ത് കാണിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ താൻ ചെയ്യുന്നതുകൊണ്ടല്ലേ തനിക്ക് ഇത്രയേറെ ഇതൊക്കെ വരുന്നത്. താൻ എപ്പോഴും പറയുന്നത് നെഗറ്റീവുകൾ വരട്ടെ, നെഗറ്റീവുകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഇതൊന്നും അല്ല രേണു നല്ലത്. തൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വലിയ മഹാനായ കലാകാരനൊന്നും അല്ലായിരുന്നു. അദ്ദേഹം എന്നാലും കോമഡി പരിപാടികളിലൂടെ, ഫ്ലവേഴ്സ് ചാനലിലൂടെ ഒക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കോമഡി സീനുകളൊക്കെ അഭിനയിക്കാൻ പല ചാനലിലും ഇങ്ങേർക്ക് അവസരം കിട്ടുമായിരുന്നു. ഒരുപക്ഷെ സിനിമയിൽ പോലും എത്തിപ്പെട്ടേനെ. അപ്പോൾ അതിനൊക്കെയുള്ള ആ ഒരു കഴിവൊക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരുപാട് പറയത്തക്ക ഉയരങ്ങളിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്. എന്ത് ഇതുള്ള മനുഷ്യരായാലും നമ്മൾ അവരെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മളവർക്ക് വലിയൊരു സ്ഥാനം കൊടുക്കാറുണ്ട് മനസ്സിൽ. അങ്ങനെ കിട്ടാതെ പോയ ആൾ അഡ്വക്കേറ്റ് ആളൂരാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള എല്ലാവരെയും മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേണു കാണിക്കുന്ന ഈ ഓരോ പ്രവൃത്തിയിലൂടെയും കളങ്കപ്പെടുന്നത് ആ മരിച്ചു പോയ തൻ്റെ ഭർത്താവിനോടുള്ള ആ ഒരു ഇതാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാനിത് പറഞ്ഞാൽ രേണു പറയും, ഓ പിന്നെ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ വഴിഞ്ഞൊഴുകുന്നു എന്ന് പറയും. തനി കച്ചറ രീതിയിലാണ് ചില സമയത്തുള്ള രേണുവിൻ്റെ വർത്തമാനങ്ങൾ. പറയാണ്ടിരിക്കാൻ വയ്യ. എന്ന് കരുതി ഇവന്മാർ കാണിക്കുന്നത് ശുദ്ധ പോക്കൃത്തരമാണ് കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ഇത്രയധികം ബോഡി ഷെയ്മിങ് ചെയ്ത് അവർ കാണിക്കാത്ത രീതിയിലൂടെയൊക്കെ കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ചെയ്യുന്നത്. എടാ, നിനക്കൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിനക്കൊക്കെ കുറേ വ്യൂസ് കിട്ടുമായിരിക്കും, കുറേ കയ്യടി കിട്ടുമായിരിക്കും, കുറേ മരമാക്രികളിരുന്ന് പൊട്ടിച്ചിരിക്കുമായിരിക്കും. പക്ഷേ നീയൊക്കെ കാണിക്കുന്നതുണ്ടല്ലോ ഒട്ടും നല്ല പ്രവൃത്തിയല്ല. ഞാൻ പറയാം നിന്നോട്,
വെല്ലുവിളിച്ച് പറയാം. നീയൊക്കെ കാണിക്കുക, നീ കുറേ വീഡിയോകളിട്, 1-2 വീഡിയോകളല്ല, കുറേ വീഡിയോകളിട്. ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന അമ്മച്ചിമാരുടെ മാനറിസങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അവർ കാണിക്കുന്ന ആ ഒരു മെമ്പർഷിപ്പ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു ചേഷ്ടകളും ആ പറയുന്ന ഭാഷകളും അതുപോലെ അവരിട്ടിരിക്കുന്ന വസ്ത്രങ്ങളും ഇതൊക്കെ കാണിച്ച് നീയൊക്കെ ഇതുപോലെ വീഡിയോ ഇറക്ക്. ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഡബിൾ പവർ നിനക്കൊക്കെ വ്യൂസ് കിട്ടും. അതുപോലെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുറേ അമ്മച്ചിമാരുണ്ട് ഇങ്ങനെ കഴപ്പ് പിടിച്ചിരിക്കുന്ന കുറേ എണ്ണം. അതിൽ ഞാൻ പേര് നീയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. നിഷാന, നിഷാശ്രീ, നിമിഷ ബൈജു, ഇവർ 3 പേരാണ് ഇവിടെ ഇപ്പോൾ കത്തി നിൽക്കുന്ന സ്റ്റാറായിട്ടുള്ളവർ. ഇത് അല്ലാത്ത പാർട്ടികളൊക്കെ ഉണ്ടായിരിക്കും, അവരെയൊന്നും എനിക്കറിയില്ല. ഇവരെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കയറി വരുന്നത്. ശല്യങ്ങളാണ്, ശല്യങ്ങൾ. അപ്പോൾ ആ ശല്യങ്ങളെയൊക്കെ ചെയ്യുന്ന നീ കണ്ടിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറയുന്നവൻ കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. ഈ വീഡിയോ ചെയ്ത ഇവന്മാരെ 2 എണ്ണം കേൾക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. നീയൊക്കെ കാണുന്നില്ലേ നിമിഷ ബിജു കാണിക്കുന്ന മുതുകൂത്താട്ടങ്ങൾ? നീയൊക്കെ കാണുന്നില്ലേ? അവൾ എത്ര തുണി കൊടുക്കും? തുണിയുടെ ഒരു കോണാത്തിൻ്റെ കീറെങ്കിലും അവൾ ഉടുക്കാറുണ്ടോ? ഇത് നിങ്ങൾ കാണുന്നതല്ലേ നിമിഷ ബൈജു എന്ന് പറയുന്ന ആ ഒരു ലേഡി കാണിക്കുന്ന കോപ്രായങ്ങൾ. ഒന്നിനെ നിനക്കൊന്ന് റിയാക്ട് ചെയ്യണ്ടേ? അപ്പോൾ നിനക്കൊക്കെ പേടിയുണ്ടോ? അവളുമാരെയൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീയൊക്കെ ചിലപ്പോൾ ഉണ്ട തിന്നേണ്ടി വരും എന്നുള്ള ഭയമുണ്ടോ നിനക്കൊക്കെ? അതേ അവളുമാരെ ഗൂണ്ടകൾ വന്ന് നിൻ്റെയൊക്കെ സ്വന ചെത്തിക്കൊണ്ട് പോകുന്നുള്ള പേടിയുണ്ടോ നിനക്കൊക്കെ? അല്ലെങ്കിൽ പിന്നെന്താ അതൊക്കെ നീയൊക്കെ റിയാക്ട് ചെയ്യാത്തത്? നിമിഷ ബിജു അവളെടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ കാണണം. അപ്പോൾ നീയൊക്കെ ഒരു കാര്യം ചെയ്യും, നീയൊക്കെ നിമിഷ ബിജുവിനെ ഒന്ന് അനുകരിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിഷാനെ അമ്മച്ചി ഒന്ന് അനുകരിക്കാൻ നോക്ക്. ഇപ്പോൾ ചക്കരയൊക്കെ സീസണല്ലേ, അനുകരിക്കാൻ വലിയ പ്രയാസമൊന്നും തോന്നൂല. പിന്നെ വേണമെങ്കിൽ നിഷാശ്രീ, അതാണെങ്കിലും വലിയ പ്രയാസമൊന്നും തോന്നില്ല. അത് പിന്നെ വലിയ മേക്കപ്പൊന്നും വേണമെന്നില്ല. അട്ട ചുണ്ടിൽ കുറേ കറുത്ത ലിപ്സ്റ്റിക് ഇട്ടാൽ മതി, അവരായിക്കോളും. അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യാൻ നോക്ക്, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഈ പെങ്കൊച്ചിനെ ഒന്ന് വെറുതെ വിട്ടേരെ. നിനക്കൊക്കെ വ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇവളുമാരെ വെച്ച് നീയൊക്കെ ഒന്ന് നോക്ക്. നിനക്കൊക്കെ പറ്റും, എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, ചക്കയിലൊക്കെ സീസൺ ആയതുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയിൽ ഒരാളെ അനുകരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും ഇവന്മാരെയൊക്കെ ചെവിയിലെത്തട്ടെ. ഞാൻ പറഞ്ഞ് എൻ്റെ വെല്ലുവിളികൾ ഇവന്മാർ കേൾക്കട്ടെ. ഇവന്മാർക്ക് തൻ്റെ ഇടം ഉണ്ടോയെന്ന് അറിയണമല്ലോ, ഇങ്ങനെ ചെയ്യുമെന്ന് അറിയണമല്ലോ. ഇവന്മാർക്ക് വ്യൂസും കിട്ടും, ഇവന്മാർക്ക് അതിനുള്ള ആ ഒരു കഴിവുണ്ടാവുമെന്ന് നമുക്കറിയട്ടെ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രേണു സുധിയെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ പലരും വന്നിട്ട് തെറി വിളിക്കാറുണ്ട്. തെറി വിളിക്കുന്നവരൊക്കെ ഇങ്ങ് പോര്, വിളിക്കാനായിട്ട് കുടുംബസഹിതം ഇങ്ങ് പോര്. എൻ്റെ വായിലും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ കൂതറകൾ എവിടെ കിടന്നാലും കൂതറകൾ തന്നെയാണ്. നിന്നെയൊക്കെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതാദ്യം നീയൊക്കെ മനസ്സിലാക്കിക്കോ. എനിക്ക് ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, അത്രയേ ഉള്ളൂ. നിലപാടുകളുണ്ട്. ഓക്കെ, ബൈ.